നമസ്കാരം കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മത്സ്യമൂർത്തിയായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മത്സ്യമൂർത്തിയാണെന്ന് എന്താ പറയുക, ഒരു പേര് ഉള്ളൂന്ന് തോന്നണേ എനിക്ക്. നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു പാദം ഇങ്ങനെ തൃക്കാൽ രണ്ടും പിണച്ച് വയ്ക്കുന്നതിന് പകരം അവിടേക്ക് മാത്രം ഒരു മത്സ്യത്തിൻ്റെ രൂപം അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ ചന്ദനം ചേർത്ത്. അപ്പോൾ മുഴുവനായിട്ടും ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ നമുക്ക് ഉണ്ണികൃഷ്ണനായിട്ട് തന്നെയാണ് തോന്നുക. വെണ്ണയും ഓടക്കോലും ഒക്കെ പിടിച്ച് നിൽക്കുമ്പോഴത്തെ ആ ഒരു ഭാവം തന്നെയായിരുന്നു ഇന്നത്തെ മത്സ്യമൂർത്തിക്ക്. 4 തൃക്കൈകളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ഭാവമൊന്നും ആയിരുന്നില്ല. നല്ലൊരു കുഞ്ഞുണ്ണികൃഷ്ണൻ മത്സ്യമൂർത്തിയുടെ വേഷത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയായിരുന്നു ഇന്ന് ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. മത്സ്യമൂർത്തിയുടെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് വീഡിയോ തുടങ്ങുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കുറച്ച് നാമങ്ങൾ ജപിക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നാരായണ 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 നാരായണ. എല്ലാവരും കൂടെ ജപിക്കൂ കേട്ടോ. നാരായണ 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 നാരായണ. ഇത് ഒരു പ്രത്യേക പ്രാർത്ഥന തന്നെയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ. നമസ്കാരം സവിത ചേച്ചി, ഞാൻ അമ്മയെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ 3 ആഴ്ച മുന്നേ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അമ്മയ്ക്കും സീരിയസ് ആയിരുന്നു. ഇന്നലെ അവളുടെ അമ്മയും മരണപ്പെട്ടു. അവർ 5 മക്കളാണ്. അവൾക്കും കുടുംബത്തിനും വേണ്ടി ചേച്ചി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം വിഷമം തോന്നിയ ഒരു കമൻറ്റായിരുന്നു ഇത് അമ്മയുടെ. അപ്പോൾ അമ്മയെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേര് പോലും എഴുതിയിട്ടില്ല. പക്ഷെ ആ പെൺകുട്ടിക്ക് അവളുടെ സഹോദരങ്ങൾക്കും ഗുരുവായൂരപ്പൻ തുണയാവട്ടെ, ഗുരുവായൂരപ്പൻ അവരെ അനുഗ്രഹിച്ച് കൊണ്ട് നടത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അച്ഛനും അമ്മയും ഒരേ സമയം നഷ്ടപ്പെട്ടു പോയ ആ കുട്ടികൾക്ക് അച്ഛനായും അമ്മയായും ഒക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ഒരു നാമം ചൊല്ലി സമർപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ, ഉണ്ടാവണേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. സ്വപ്ന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ, നമസ്കാരം സവിത ചേച്ചി. എനിക്ക് എൻ്റെ വീടിന് മുന്നിൽ ഒരു കുഞ്ഞ് കടമുറി വെച്ച് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണമെന്ന വലിയ ആഗ്രഹമാണ്. ഗുരുവായൂരപ്പനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും ജോലിക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല ചേച്ചി. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടാണ്. എൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി ചേച്ചിയുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്ന പരിഹാര മാർഗം ഒന്ന് പറഞ്ഞു തരണേ. അത്രയും വിഷമത്തിലാണ്. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ ദുഃഖത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന, ധൈര്യമായിട്ട് കുട്ടി തുടങ്ങിക്കോളൂ. ഗുരുവായൂരപ്പനെ കുട്ടിയുടെ പാർട്ട്ണറായിട്ട് സങ്കല്പിക്കൂ, ഈക്വൽ പാർട്ട്ണറായി സങ്കല്പിക്കൂ. എന്ത് ലാഭനഷ്ടങ്ങളാണെങ്കിലും ഗുരുവായൂരപ്പനോടുകൂടി ഷെയർ ചെയ്യാം എന്ന് തീരുമാനിക്കൂ. ചെറിയ തോതിൽ തുടങ്ങുക തന്നെ ചെയ്യൂ. തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും ആ ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായിട്ട് 87ാമത്തെ ദശകം നാരായണീയത്തിലെ ചൊല്ലി നമസ്കരിച്ചോളൂ. ഒപ്പം ഗുരുവായൂരപ്പനെ പാർട്ട്ണറായി കൂടെ കൂട്ടിക്കൊണ്ട് ഒരു കുഞ്ഞു ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം 50 രൂപയാണെങ്കിൽ 25 രൂപ ഗുരുവായൂരപ്പനെ അങ്ങനെ തന്നെ കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ. ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് ദീപ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കിഡ്നി സ്റ്റോണിന് എന്ത് പരിഹാരമാണ് സവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അല്ലെങ്കിൽ വെള്ളം നീർക്കെട്ടിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഈ ഒരു എന്താ പറയുക, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തീർത്ഥജലം കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ.
അടുത്തതായിട്ട് സുകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത മോളെ, എനിക്കും സംശയം ചോദിക്കണമെന്നുണ്ട്, അതിനുള്ള ഓപ്ഷൻ ഏതാണ്? ഇതാണ് ഓപ്ഷൻ. സുകുമാരി ചേച്ചി ഇപ്പോൾ കമൻറ്റ് ചെയ്തില്ലേ, അതേമാതിരി കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജസിൽ പല ആളുകളും പറയാറുമുണ്ട് എന്നോട്, ഇതൊന്നും ചാനലിൽ പറയണ്ട കേട്ടോ, എൻ്റെ വിഷമങ്ങൾ എൻ്റെ വിഷമങ്ങളായിട്ടിരിക്കട്ടെ, സവിതയോട് പറയുമ്പോൾ ഒരാശ്വാസമുണ്ട്, അതുകൊണ്ട് പറയണതാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും തന്നെ ഞാനിതിൽ ഉൾപ്പെടുത്താറില്ല. ഞാനിവിടെ ഉൾപ്പെടുത്തുന്നതെല്ലാം നിങ്ങൾ പബ്ലിക്കായിട്ടിടുന്ന കമൻസ് മാത്രമാണ് കേട്ടോ. അടുത്തതായിട്ട് അംബിക വിജയൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഹലോ സവിത, വെൻസ്ഡേ കല്യാണ മുഹൂർത്തമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടയടയ്ക്കുമ്പോൾ താലികെട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊന്ന് പറയാമോ എന്നാണ്. അതായത് ഉദയാസ്തമന പൂജ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടയടയ്ക്കുന്ന സമയത്ത്, മുഹൂർത്ത സമയത്ത് എങ്ങനെയാണ് നടയടച്ചു പോയാൽ എന്താ ചെയ്യാമെന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. മുഹൂർത്ത സമയം എന്ന് പറയുന്നത് മിനിമം ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. 10 മിനിറ്റ് കൂടുമ്പോൾ നട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിവാഹങ്ങൾ നടത്താറുണ്ട് കേട്ടോ. കുറച്ച് നേരം മാത്രമാണ് അടച്ചിരിക്കുക, കുറച്ച് നേരം കഴിഞ്ഞ് തുറക്കുകയും ചെയ്യും. 10, 15, 20 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഷൈനി മോഹൻലാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത ഒരു സംശയം ചോദിച്ചോട്ടെ, മറുപടി തരണേ ഗുരുവായൂരപ്പ, ഈ ചോദ്യം സവിതയെ കാണിക്കണേ. സവിത പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ പൊന്നു ഗുരുവായൂരപ്പനെ താമ്പൂലം വഴിപാട് കഴിപ്പിച്ചിരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ മെയ് 14 അവൻ്റെ കല്യാണമാണ്. ഇനിയും ഞാൻ ആ വഴിപാട് കഴിക്കണോ എന്നൊന്ന് പറഞ്ഞു തരണേ. ഇനി മെയിലാണ് ഗുരുവായൂരിൽ എത്തുന്നത്. ഇതിനാ മുടക്കം വരുത്തുന്നത് ഷൈന ചേച്ചി? ചെറിയ തുകയുടെ വഴിപാടാണ്, നമ്മുടെ ഉണ്ണികൃഷ്ണനുള്ള വഴിപാടാണ്. മുടങ്ങാണ്ട് എത്ര കാലം കൊണ്ട് നടത്താൻ പറ്റുമോ അത്രയും കാലം കൊണ്ട് നടത്തു. മകൻ്റെ വിവാഹം നടന്നു, ഇനി മകന് സൽപുത്ര ജനനം ഉണ്ടാവണം, അല്ലെങ്കിൽ സൽപുത്രി ജനനം ഉണ്ടാവണം. തുടർന്നുള്ള ആഘോഷങ്ങളൊക്കെ നടക്കണം. എന്താഘോഷങ്ങൾക്കും മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും താമ്പൂലം വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ മുടങ്ങാതെ ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ജ്യോതി മനോജ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ സവിത, എൻ്റെ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്, നടക്കുമ്പോൾ നല്ല വേദനയാണ്, എന്ത് വഴിപാടാണ് കൃഷ്ണന് ചെയ്യേണ്ടത്? ഓക്കെ, ഇത്തരം നടുവിന് പ്രശ്നങ്ങൾ, നടക്കാൻ പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകളോട് വെള്ളി നൂല് ഭഗവാന് സമർപ്പിച്ചോളൂ. സ്വർണ്ണ നൂലായാലും കുഴപ്പമില്ല, പക്ഷേ സ്വർണത്തിൻ്റെ വില ഇത്രയധികമായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അഫോർഡബിൾ ആയിരിക്കില്ല. വെള്ളി നൂല് ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ. നോക്കൂ, ഇത് ഇങ്ങനൊരു സെഷനിൽ ചോദ്യം എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന വഴിപാട് വേറെന്തോ ആയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അറിഞ്ഞനുഗ്രഹിച്ച് തന്ന ഒരു വഴിപാടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ നീളം എത്രയാണോ അത്രയും നീളത്തിലൊരു വെള്ളി നൂലുണ്ടാക്കി ഭഗവാനെ സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് നമസ്കാരം സവിത, ഞാൻ ഡിലീമ. എനിക്ക് 9 വർഷത്തിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ കുട്ടികളുണ്ടായത്. ട്രിപ്ലെറ്റ് ആയിരുന്നു. ഒരു കുട്ടി മതിയെന്ന് പലരും പറഞ്ഞെങ്കിലും കണ്ണൻ തന്നതല്ലേ എന്നോർത്ത് ഞാൻ സമ്മതിച്ചില്ല. നിർഭാഗ്യവശാൽ പ്രിമച്വർ ഡെലിവറി ആയി ഒരു കുട്ടി നഷ്ടപ്പെട്ടു. 2 കുട്ടികൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുമായി. നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രം. കണ്ണനോട് കുറച്ചു കാലം ചെറിയ പിണക്കമായിരുന്നു. ഗുരുവായൂരപ്പൻ ഉണ്ണികളെ നോക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചത് എന്ന സന്തോഷത്തോടെ ഞാൻ കഴിയുകയാണ്. എനിക്ക് എല്ലാ സപ്പോർട്ടും എൻ്റെ അമ്മയായിരുന്നു. കണ്ണൻ, ഉണ്ണി എന്നാണ് കുട്ടികളുടെ പേര്. എൻ്റെ അമ്മ നാരായണീയം മുഴുവനും വായിച്ച് വളരെയധികം സന്തോഷത്തിലായിരുന്നു. അനിയത്തിയുടെ മകളുടെ പ്രോഗ്രാം ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഗുരുവായൂർ വരാനിരുന്ന അമ്മ തീർത്തും അപ്രതീക്ഷിതമായി ഞങ്ങളെ വിട്ടുപോയി. വയ്യായിക ഒന്നും ഉണ്ടായിരുന്നില്ല. കാർഡിയാക് അറസ്റ്റായി. 4 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞു. ഈ സംഭവം എന്നെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. സവിതയുടെ വീഡിയോസാണ് എനിക്ക് ആശ്വാസം നൽകുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ 14 വയസ്സായി. കണ്ണൻ കൂടെയുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. സവിതയിൽ നിന്ന് പോസിറ്റീവ് വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിലീമ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനൊരു കഥ പറയട്ടെ. ഒരിക്കൽ കൃഷ്ണനും അർജുനനും ചേർന്ന്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ, നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവർക്ക് വല്ലാത്തൊരു ദാഹം തോന്നി. ആ ദാഹം തോന്നിയ സമയത്ത്
അവരെ അടുത്ത് കണ്ട ഒരു ചെറിയ കുടിലിൽ കയറി ഇരുന്നു കൊണ്ട് അവിടെ ആരുമില്ലേ ആരുമില്ലേ എന്ന് അന്വേഷിച്ചു. അപ്പോൾ വയസ്സായ ഒരു അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്താ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദാഹിച്ചിട്ട് വയ്യ, കുടിക്കാൻ എന്തെങ്കിലും തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നല്ല സംഭാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു അത്രേ ആ അമ്മ. എന്നിട്ട് വേണ്ടതുപോലെ പരിചരിച്ചു ആ കൃഷ്ണനെയും അർജുനനെയും. ആ സമയത്തൊക്കെ ആ അമ്മ നാമം ചൊല്ലിക്കൊണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മയോട് നന്ദിയൊക്കെ പറഞ്ഞു, അമ്മയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ തൊഴുത്തിലൊരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ പാല് വിറ്റ്, തൈര് വിറ്റ്, വെണ്ണ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ അമ്മ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കൊരു പശു. ആ പശുവാണ് ആ അമ്മേനെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയിരുന്നത്. ആ സമയത്ത് കണ്ണൻ പറഞ്ഞു, ഈ പശു ചത്തുപോട്ടെ എന്ന്. അപ്പോൾ അർജുനൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്ത് നന്നായിട്ടാണ് ഈ അമ്മ നമ്മളെ വേണ്ട വിധം സൽക്കരിച്ചില്ലേ കൃഷ്ണ, എന്താ അങ്ങ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയാണോ പറയുക, വല്ലാത്ത വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വെറുതെ ചിരിച്ചേ ഉള്ളൂ കേട്ടോ. ഇതിനുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം ചിരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ അർജുനനെ വീണ്ടും ദാഹിക്കാൻ തുടങ്ങി. അപ്പം അർജുനൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് എന്താണെന്നറിയില്ല, വീണ്ടും ദാഹിച്ചിട്ട് വയ്യാന്ന്. അപ്പോൾ കൃഷ്ണൻ അവിടെ കണ്ട വലിയൊരു പ്രഭു കുടുംബത്തിൻ്റെ വരാന്തയിലേക്ക് കയറി. എന്നിട്ട് ചോദിച്ചു, വല്ലാതെ ദാഹിക്കുന്നു, എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു കേട്ടോ. നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എന്താ അത്, വഴിപോക്കർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനാണോ ഞാനിവിടെ ഇരിക്കണത്? ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പോയിക്കോളൂ പോയിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ കൃഷ്ണനും അർജുനനും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. അവരിങ്ങനെ സൈഡിലേക്ക് നോക്കിയ സമയത്ത് വലിയ ഒരു പശുത്തൊഴുത്ത്, കുറേ എണ്ണം പശുക്കൾ. അവിടെ കറവക്കാരുണ്ട്, അതുപോലെ തന്നെ പശുക്കളെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. എന്താ പറയുക, സമ്പൽ സമൃദ്ധമാണ് ആ കുടുംബം. അവരാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, ഒരു 100 പശുക്കളും കൂടി ഇവരൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അർജുനൻ പറഞ്ഞു, കൃഷ്ണ എനിക്കിതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല കേട്ടോ. ഒരമ്മ, സാധുവായ ആ അമ്മ എന്ത് നന്നായിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ആ അമ്മയുടെ ആകെ കൂടി ഉണ്ടായിരുന്ന വരുമാനം ആ പശുവായിരുന്നു. അത് ചത്തുപോട്ടെ എന്ന് പറയുകയും ചെയ്തു. ആ അമ്മ കഷ്ടത്തിലായി. ഇവർക്കാണെങ്കിലോ സമ്പൽ സമൃദ്ധമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതാണോ ഇതിൻ്റെ ശരി എന്ന് ചോദിച്ച സമയത്ത് അവിടെ കൃഷ്ണൻ പറഞ്ഞു, ആ അമ്മയ്ക്ക് നാമം ജപിക്കാനും എന്നെ വിളിക്കാനും ഓർക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ആ ഇങ്ങനെ 10 നാമം ജപിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും, പശുവിന് വെള്ളം കൊടുത്തില്ലേ ആവോ, ഞാൻ കൊടുത്തില്ലേ നേരത്തെ, അത് ഞാൻ മറന്നുപോയോ ആവോ എന്ന്. അത് കഴിഞ്ഞൊരു 10 നാമം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് കാടി വെള്ളമല്ലേ കൊടുക്കേണ്ടത്, ഞാൻ കൊടുത്തോ നീശല്യല്ലോ, അതിന് പുല്ലെന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും. പശുവിനെ പുല്ലുള്ളിടത്ത് കൊണ്ടുപോയി കെട്ടണം. അത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നാമം ജപിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ഇങ്ങനെ കൃഷ്ണ കഥകൾ, വൃന്ദാവനത്തിലെ ലീലകൾ ഒക്കെ ഇങ്ങനെ അനുസ്മരിക്കാൻ തുടങ്ങുമ്പോഴാവും പശുവിൻ്റെ ഒരു നിലവിളി കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ പശുവിനെ നിലവിളിക്കേണ്ട, അവിടെ ഞാൻ കൊണ്ട് കെട്ടിയത് മറന്നുപോയി പറഞ്ഞ് അതിനെ എടുത്ത് ഇങ്ങോട്ട് തന്നെ കെട്ടണം. അങ്ങനെ അനേകം ബുദ്ധിമുട്ട്. അതിൻ്റെ ചാണകം കോരണം, അതിനെ കുളിപ്പിക്കണം. ഈ അമ്മയ്ക്ക് അതിനൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്നെ ആലോചിക്കാനും അനുസ്മരിക്കാനും ഉള്ള സമയം വളരെ കുറവാണ്. എന്നാൽ ആ ഉള്ള പശു ചത്തുപോയാലോ, ആ അമ്മ ആ സമയവും കൂടി ഈ കൃഷ്ണനെ അല്ലേ വിളിക്കുക. അപ്പോൾ അർജുനൻ ചോദിച്ചു, അങ്ങനെയാവുമ്പോൾ ആ അമ്മ എങ്ങനെയാ കൃഷ്ണ ജീവിക്കുക? എന്നെ വിളിക്കുന്നവർക്കാണോ ജീവിക്കാൻ ബുദ്ധിമുട്ട് എന്നാണത്രേ കൃഷ്ണൻ തിരിച്ചു ചോദിച്ചത്. അതും ശരിയല്ലേ, ഉണ്ണികൃഷ്ണനെ വിളിച്ചാൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അദ്ദേഹം ഏറ്റു, അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയേ വേണ്ടൂ. അപ്പോൾ കൃഷ്ണഭക്തർക്ക് അത് അറിയുകയും ചെയ്യാം, അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയേ വേണ്ടൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ അമ്മയെ ഭഗവാൻ ഏറ്റെടുത്തു. എന്നാലോ നല്ല സമൃദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഒന്നും തരില്ല പറഞ്ഞു. കുറച്ചും കൂടി പശുക്കൾ ഉണ്ടാവട്ടെ, കുറച്ചും കൂടി കഷ്ടപ്പെടട്ടെ, കുറച്ചും കൂടി കൃഷ്ണനിൽ നിന്ന് അകന്ന് ജീവിക്കട്ടെ, അത് തന്നെയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇതും ഡെലിയുമയുടെ അവസ്ഥയും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ. അമ്മ മാത്രമാണ് സപ്പോർട്ടിന് എന്ന് പറഞ്ഞു അല്ലേ. ആ അമ്മ നാരായണീയം വായിക്കാറുണ്ട് എന്നും പറഞ്ഞു. അമ്മ നാരായണീയം വായിച്ച് സുഹൃതിയായി ഭഗവാന്റെ ലോകത്തേക്ക്. ഭഗവാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോന്നോളൂ, ഡെലിയുമയുടെ കാര്യമല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ആ അമ്മേനെ 4 മിനിറ്റിൽ ഇങ്ങോട്ട് എടുത്തുണ്ടാവുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജീവിതത്തിൽ അമ്മയായും അച്ഛനായും
കുറ്റപ്പെടുത്താതെ കൂടെ നടക്കുന്ന കൂട്ടുകാരനായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഡിലീമയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർ കുറ്റം പറയുക, ആരെന്ത് പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞ് വയറ്റിലുണ്ടായി എന്നറിയുന്ന നിമിഷം മുതൽ നമ്മൾ അമ്മയാണ്. എല്ലാവരും പറയും ഇല്ലേ, അമ്മയായി എന്ന് പറയുമ്പോൾ പുറത്ത് വന്നിട്ടില്ല, ആ കുട്ടിയെ വേണമെങ്കിൽ ഉപേക്ഷിക്കാമെന്ന്. പക്ഷേ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ അമ്മയായി എന്ന് നമുക്ക് തോന്നാം ഇല്ലേ. അപ്പോൾ ആ ജീവനെ ഉപേക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുക? നമുക്കൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ. എനിക്കും ഉണ്ട് 3 കുട്ടികൾ. എൻ്റെ 3 കുട്ടികൾ 3ഉം സി സെഷനായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സി സെഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ സി സെഷൻ വളരെ അടുത്തായി പോയതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? ഈ കുട്ടി വളർന്നു വരുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകും എന്നാണോ പറയാനുള്ളത്? അങ്ങനെയെങ്കിൽ എനിക്ക് രണ്ടാമത് ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറിയ 2 പെൺകുട്ടികളുണ്ട്. അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോകാൻ പാടില്ല, അതെൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. പറഞ്ഞു ഇല്ല, അങ്ങനെ മരണം സംഭവിക്കും എന്നല്ല പറഞ്ഞത്, പക്ഷേ വളരെയധികം പെയിൻഫുൾ ആയിരിക്കും എൻ്റെ 3rd പ്രഗ്നൻസി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ 3 കുട്ടികളുടെ അമ്മയായി കഴിഞ്ഞു, ഇനി എത്ര വേദന സഹിച്ചാലും മൂന്നാമതുള്ളത് എനിക്കുള്ളതാണ്, അത് ഭഗവാൻ എനിക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ആളാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. പിന്നെ ആളുകൾ കുറ്റം പറയണതല്ലേ, അവരങ്ങനെ പറഞ്ഞു കേട്ടേന്നേ. നമ്മുടെ മാനസികാവസ്ഥ നമുക്കും നമ്മുടെ ഗുരുവായൂരപ്പനും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഡിലീമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഗുരുവായൂരപ്പൻ കൂടെ തുണയായിട്ടുണ്ട്. അമ്മ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേമാതിരി അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകും കേട്ടോ. അടുത്തതായിട്ട് ജിഷ സനിൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാൻ യു പ്ലീസ് സെൻഡ് ദ ഓൺലൈൻ നമ്പർ ഫോർ ബുക്കിംഗ് ഇൻ ടെമ്പിൾ എന്ന്. എന്ത് ബുക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത്? നമ്പർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഞാൻ തരാം. പക്ഷേ ക്ഷേത്രത്തിൽ യാതൊരു തരത്തിലുള്ള വഴിപാടുകളും ബുക്ക് ചെയ്യുന്നത് ഫോണിലൂടെ അല്ല. ഫോണിലൂടെ വിളിച്ച് നിങ്ങൾക്ക് ബുക്കിംഗ് സംവിധാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓൺലൈനായിട്ട് വഴിപാട് ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റിലൂടെ ഗുരുവായൂർ ദേവസ്വം .in എന്ന വെബ്സൈറ്റിലൂടെ മാത്രമാണ് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലിടാറുണ്ട്. അതുവഴി കയറിയാൽ മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുക കേട്ടോ. അടുത്തതായിട്ട് സദാജി കൈൻഡ്ലി ടെൽ പീരീഡ്സ് റെഗുലർ ആവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. പീരീഡ്സ് എന്ന് പറയുമ്പോൾ രക്തസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗുരുവായൂരപ്പനെ കറുത്ത മുന്തിരി സമർപ്പിക്കൂ, പൊമഗ്രാനൈറ്റ് സമർപ്പിക്കൂ, ഇതൊക്കെ സമർപ്പിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഓക്കെ, ഞാനൊരു മെസ്സേജ്, കഴിഞ്ഞ ദിവസം വിവാഹം നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, മകളുടെ വിവാഹം നടത്താൻ എന്ന് പറഞ്ഞ ഒരു ഭക്തയ്ക്ക് ലളിത PK എന്നൊരു മറ്റൊരു ഭക്ത കൊടുത്ത മറുപടിയാണ്, ഞാനത് വായിക്കാം. തിരുവൈരാണിക്കുളം അമ്പലത്തിൽ നിന്ന് ഗ്രൂപ്പ് വിവാഹങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാം, ന്യൂസ് പേപ്പറിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ചിത്തു കിച്ചു എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഭഗവാനെ സ്വപ്നം കാണുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടില്ല, ഭഗവാനെ കാണുമ്പോൾ ഞങ്ങൾക്ക് മക്കളെ തരണം എന്ന് മാത്രമാണ് പറയുന്നത്, മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു, മറുപടി തരണേ ചേച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും തരും. ഭഗവാനെ ഉറച്ചു വിശ്വസിച്ച് സന്താന ഗോപാല മന്ത്രം ചൊല്ലി എല്ലാ ദിവസവും നമസ്കരിക്കൂ. ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കൂ കേട്ടോ. ഒരു സംശയവും ഇല്ലാതെ തന്നെ വായിച്ചുകൊണ്ടേയിരിക്കൂ. ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും, അനുഗ്രഹിക്കും. അവതാരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുക എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്, അതും കൂടെ ചെയ്യാൻ ശ്രമിക്കണം. അത് നേർന്ന് വെച്ചോളൂ കേട്ടോ, സാധിക്കുന്ന സമയത്ത് ചെയ്തോളൂ. അതും കൂടെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. സന്താന ഗോപാല മന്ത്രം ചൊല്ലി ദേവകി സുതഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന ആ ഒരു മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാട്ടോ.
അടുത്തതായിട്ട് എനിക്കൊരു ചോദ്യം അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് 5 വർഷത്തിന് ശേഷം ഇതുപോലെ സന്താന സൗഭാഗ്യത്തിനായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചതാണ്. 5 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു. പ്രഗ്നൻ്റ് ആയിട്ട് ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ കണ്ട് വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആരാണെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്കൊരു മറുപടി ഇന്ന് തന്നെ കൊടുക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചിരിക്കണേ കേട്ടോ. ഓക്കെ. അഗ്രിമ ഏജൻസീസ് നമ്മുടെ ലൈവിലൊക്കെ ഉണ്ടാവാറുണ്ട്. അഗ്രിമ ഏജൻസീസ് എന്ന ഐഡിയിൽ നിന്നാണ്. ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, മുന്നേ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് പ്രകാരം അവതാരം കൃഷ്ണനാട്ടംകളി നടത്തിയിരുന്നു. അതിൻ്റെ പിറ്റേ മാസം എനിക്ക് വിശേഷം ഉണ്ടായി. ഞാൻ ഗുരുവായൂരപ്പനെ വന്ന് കാണുകയും നേർച്ച നടത്തുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ 1.5 മാസമായപ്പോൾ അബോർഷനായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഇനി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് പോലും ചിന്തിച്ചു. ഭഗവാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചേച്ചിയുടെ മറുപടി ഒരു ആശ്വാസം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടും വിഷമിക്കരുത്. കുട്ടിക്ക് ജാതകമൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അറിയുണ്ടാവും കേട്ടോ. സന്താനങ്ങൾ ഇല്ലാണ്ടാവാൻ കഴിയാൻ, അതായത് മരിച്ചു പോകാനുള്ള യോഗം ഉണ്ടായിരിക്കും. പുത്രദുഃഖം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പുത്രദുഃഖം അനുഭവിക്കാനുള്ള ഒരു യോഗം കുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതായിരിക്കും ഇങ്ങനെ തട്ടി പോയിട്ടുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് വയറ്റിൽ ഉണ്ട് എന്നറിയുന്ന നിമിഷം തൊട്ട് നമ്മൾ അമ്മയാവും. നമ്മുടെ പ്രതീക്ഷകൾ വരും. നമുക്ക് എത്രാമത്തെ കുട്ടിയാണെങ്കിലും നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടാവും, മോഹം ഉണ്ടാവും, അതിനൊന്ന് കാണണം എന്നുണ്ടാവും, എടുക്കണം എന്നുണ്ടാവും. അമ്മയായി കഴിഞ്ഞു. ആ അമ്മയായി കഴിഞ്ഞ ആ ഒരു കുട്ടിക്ക് എന്താ പറയുക, ആയുസ്സില്ലാത്തൊരു കുട്ടിയെ മുഖം കാണിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചെടുക്കുന്നതിലും എത്രയോ നല്ലതല്ലേ ഇങ്ങനെ പോയത്. അങ്ങനെ വിചാരിക്കൂ. അങ്ങനെ ഒരു യോഗം ഉള്ളത് ഇങ്ങനെ തീർന്നതാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കൂ കേട്ടോ. എന്തായാലും ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു യോഗം ഉണ്ട്. നല്ല സൽസന്താനങ്ങൾക്കുള്ള യോഗം എന്തായാലും ഉണ്ട്. ഗുരുവായൂരപ്പൻ തരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദ ബെസ്റ്റേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റിന് വേണ്ടി കാത്തിരിക്കൂ. സന്താന ഗോപാല മന്ത്രം ചൊല്ലി കാത്തിരിക്കൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്താന ഗോപാല മന്ത്രം ചൊല്ലി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കൂ. തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു കുഞ്ഞുവാവേനെ, ഹെൽത്തി ബേബീനെ പെട്ടെന്ന് തന്നെ അനുഗ്രഹിച്ച് തരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് വീണ്ടും നാളത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നത്. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.